ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും Rinusdairyയിലേക്ക് സ്വാഗതം. ഇന്ന് ബീഫ് വെച്ചിട്ടുള്ളൊരു ബിരിയാണി റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു രീതിയിൽ ബിരിയാണി തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ സാധാരണ ബിരിയാണി തയ്യാറാക്കുമ്പോൾ ചേർക്കാത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു നമ്മൾ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതേപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടും ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. 1.5 kg അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. റൈസ് കുക്കായി കിട്ടുന്ന സമയത്ത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അല്പം ലെമൺ ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. റൈസ് കുക്കായി കിട്ടുന്ന സമയത്ത് സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് വലിയ 4 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളിങ്ങനെ ചെമ്പൊക്കെ വെച്ച് അതിൽ സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കുന്നതിനേക്കാളും വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വെച്ച് ചെയ്യുന്നത്. ഇതിന് പകരം ചെമ്പ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 3 തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇട്ടുകൊടുത്തിട്ട് ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഇങ്ങനെ 3 തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഇവിടെ റൈസൊക്കെ കുക്കായിട്ട് അത് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 15 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, നിങ്ങൾ എടുക്കുമ്പോൾ 4-5 പച്ചമുളക് എടുക്കാം. എനിക്ക് എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയൊരു പിടി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി അതിൽ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ അരച്ചെടുത്ത മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ മസാല ഒക്കെ ചേർത്ത് സംഭവങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കൈ നീറുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കയ്യിൽ ഒരല്പം എണ്ണ തടവി കൊടുത്താൽ മതി. അപ്പോൾ മസാല തേച്ച ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കുക്കറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് മൂടി വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ അടുപ്പിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് അലിഞ്ഞു പോവണ്ട. നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ആ ഒരു വേവുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു രീതിയിൽ വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഇത് തുറന്ന് നോക്കിയതിന് ശേഷം വെന്തോ ഇല്ലേ നോക്കിയിട്ട് അതിനനുസരിച്ച് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഇനി ഒരു ചെമ്പ് അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിലല്ല. ഇത് തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിൽ വെച്ചിട്ടാണ്. അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. സൺഫ്ലവർ ഓയിൽ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉള്ളി, തക്കാളി ഉണ്ടല്ലോ, കുക്കറിൽ വേവിച്ച് വെച്ച അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിവാക്കണ്ട. ഇങ്ങനെ ആകുമ്പോൾ വെള്ളം കൂടി പോകുമെന്ന് സംശയിക്കേണ്ട. വെള്ളമൊന്നും കൂടി പോവില്ല. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, 5 പച്ചമുളക് കൂടെ ചേർത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഇഞ്ചി പറയുമ്പോൾ അതെന്ത് കണക്കാണെന്ന് വിചാരിക്കണ്ട. ഇങ്ങനെ ഇഞ്ചി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം ചെറിയ പീസ് ആക്കിയിട്ട് സ്പൂൺ അളവിലാണ് 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയൂടെ ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കൂടുതലായിട്ട് ചേർക്കേണ്ടത്, നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ അതിലൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 ബൗൾ നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസാണ് ചേർത്തിട്ടുള്ളത്. പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ടാണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പുളിയുള്ള തൈരാണ് ചേർക്കുന്നെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് ഒരല്പം മല്ലിയില കട്ട് ചെയ്തതും പുതിനയില കട്ട് ചെയ്തതും കറിവേപ്പിലൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് അലിയുന്ന ആ ഒരു രൂപത്തിലുമല്ല, എന്നാൽ നമ്മളിങ്ങനെ കടിച്ച് നോക്കുന്ന അല്ലെങ്കിൽ വേവ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം. ആ ഒരു പരുവത്തിലാണ് ബീഫ് വേവിച്ചെടുക്കേണ്ടത്. ഇനി ബീഫ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് എന്നുള്ളത്. അത് ബട്ടറാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ മിൽമ നെയ്യ് ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ബട്ടർ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർക്കുക. ബട്ടർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇതുപോലെ ബിരിയാണിക്കല്ലാതെ ഇങ്ങനെ ബീഫ് വെച്ചിട്ട് ചെയ്തിട്ട് പൊറാട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, അതുപോലെ കിഴി പൊറാട്ട ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച് ചോറിൻ്റെ പകുതി ഭാഗം ഫസ്റ്റ് ലെയറായി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ റോസ് വാട്ടറും അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ മിക്സ് ചെയ്തതാണിത്. അത് ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുള്ളത് ഇത് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ റോസ് വാട്ടർ ചേർക്കുമ്പോൾ നമ്മൾ ചോറ് മിക്സ് ചെയ്ത് വിളമ്പുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും ഇത് ചേർക്കുന്നതുകൊണ്ടാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ഒരല്പം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരല്പം ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ, കിസ്മിസ്, സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചോറ് ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ചോറ് ഇടൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഇതിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ദം ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്റ്റൗവിലാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം. വിറകടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തീ കത്തിക്കൽ നിർത്തിയിട്ട് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ബിരിയാണി ആകെ അടി പിടിച്ച് കരിഞ്ഞ് വേറെ ടേസ്റ്റ് ആവും.
എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂടി വെച്ച് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് ഇതുപോലെ കല്യാണ വീടുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബിരിയാണി കഴിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നാൽ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.